ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥിരം ജോലിക്കാരല്ലാത്ത ഒരു നിശ്ചിത സമയത്തിന് പ്രത്യേക പദ്ധതികൾ പൂർത്തിയാക്കുന്ന വ്യക്തികളായ ഗിഗ് വർക്കർമാർ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത വിഭാഗമാണ്. ഗിഗ് വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്ന ഒരു നിയമവും നിലവിലില്ല. ഗിഗ് വർക്കർമാരുടെ തൊഴിൽ നിലവാരം, ക്ഷേമ പ്രവർത്തനങ്ങൾ, സേവന വേതന വ്യവസ്ഥകൾ എന്നിവ ക്രമീകരിക്കുന്നതിനും പ്രാഥമിക തൊഴിൽ ഉടമകളുടെയും അഗ്രഗേറ്റർമാരുടെയും ചുമതലകൾ ക്രമീകരിക്കുന്നതിനുമായി നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. ഇതിനുവേണ്ടി കരട് ബിൽ തയ്യാറാക്കുന്നത് അന്തിമ ഘട്ടത്തിലാണ്. പ്രസ്തുത ബിൽ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലഭ്യമാക്കുന്നതിനായി ILO പ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, തൊഴിലാളി പ്രതിനിധികൾ, ഗിഗ് വർക്കേഴ്സ് എക്സ്പെർട്ട് കമ്മിറ്റി മെമ്പർമാർ, നിയമവിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുന്നതിനും ആയത് ക്രോഡീകരിച്ച് അന്തിമ ബിൽ തയ്യാറാക്കുന്നതിനുമായി സംസ്ഥാനതല ഏകദിന ശില്പശാല തിരുവനന്തപുരം മാസ്കറ്റ് കോർട്ടിൽ വെച്ച് സംഘടിപ്പിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. Thank you very much for inviting me for this discussion. And I'm going to actually not get into some of the issues that my colleagues. ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയുടെ അംഗമാണ് ഞാൻ. ഒരു 17,000 പേര് വരും മൊത്തത്തിൽ. 2016 മുതൽ ഞങ്ങൾ നിരന്തരമായി ഞങ്ങളുടെ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിലവിലാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ അടുത്തൊരു ബില്ല് വന്നു. വളരെ സന്തോഷം. ഈ പ്ലാറ്റ്ഫോം വർക്കേഴ്സിൽ ഒരു ബില്ല് എടുക്കാനുള്ള ഇനിഷ്യേറ്റീവിനെ ഞാൻ അംഗീകരിക്കുന്നു. 20 അംഗ ഒരു സമിതി രൂപീകരിച്ചു. പക്ഷെ ഏറ്റവും നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ ഡ്രൈവേഴ്സിന്റെ ഒരു ഭാഗം അതിൽ പരാമർശിച്ചായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ബന്ധപ്പെട്ടവരുടെ ദയവായി എന്ന് പറയുന്നു, ഞങ്ങളെയും കൂടി ആ ബില്ലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം 7,000 പേരുടെ ലൈഫിന്റെ പ്രശ്നമാണ്. രണ്ടാമത്, ഇവിടെ ഓൺലൈൻ ടാക്സിയുടെ പ്രതിനിധികൾ വന്ന് സംസാരിച്ചു. അപ്പൊ അതിലൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ऊबर का जो रेफरेंस भी उधर बताया था, हम आज में जी रहे, कल का नहीं है, परसों का नहीं है. जो कल एक बंदे ने जो 18 घंटा ऑनलाइन होकर उसको जो एर्निंग्स मिला है 1,100 रुपया, उसके लिए उसने 113 किलोमीटर रन करना पड़ा. उसी 1,100 में से 49 रुपीज आप लोगों को प्लेटफॉर्म ही काटता है. उसके बाद जो 30% कमीशन गवर्नमेंट को, जो बाकी जो टैक्स, एर्नाकुलम में एक बंदे को डेली रहने के लिए कितना पैसे चाहिए ना. इसलिए जो बातें बोलना आसान है, लेकिन वो प्रैक्टिकली करो. मैं खुद गाड़ी चलाने वाला बंदा हूं, इसी वजह से मुझे ब्लॉक करना मेरे कोई परवाह नहीं है. डेमोक्रेसी जो है ना, जो तलवार होता है उसी किताब के नहीं. एक वर्क एटमॉस्फेयर क्रिएट करो प्लीज, रिक्वेस्ट है. मेरा जितने जो भाषण में आपको समझ गया होगा, ഇവിടെ ആകപ്പാടെ എല്ലാത്തിലും വന്നിരിക്കുന്ന സ്വിഗ്ഗി സൊമാറ്റോയുടെ കാര്യങ്ങളെയാണ് പറഞ്ഞത്. വളരെ നല്ലതാണ്. പക്ഷെ അതിന് ഇടയ്ക്കെങ്കിലും ഒരു 49 രൂപയുടെ ഒരു കാര്യം ഉന്നയിച്ച ബഹുമാനപ്പെട്ട ഏത് ട്രേഡ് യൂണിയനാണ്, അവർക്ക് അതിന്റെ കൂപ്പുകയും വേറെ ഒന്നും പറയാനില്ല. ഇന്നലെ ജീവിക്കുക. ഞങ്ങൾക്ക് വളരെ മോശമായ അവസ്ഥയാണ്. 10-12 ലക്ഷം രൂപ എടുത്തത് എറണാകുളത്ത് വന്നെ കാണിച്ചു തരാം, വണ്ടി കിടന്നുള്ളവർ. അപ്പൊ ഇത് വാക്ക് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദി. നല്ല നമസ്കാരം. ഏതൊരു നിയമനിർമ്മാണവും രൂപീകരിക്കപ്പെടുന്നത് സ്വാഗതാർഹമാണ്. ഇക്കാര്യത്തിലും ഇത്ര ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്ന കേരള ഗവൺമെന്റിനെയും ഡിപ്പാർട്ട്മെന്റിനെയും ആദ്യമായി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, ഏത് ടെക്നോളജി എങ്ങനെയൊക്കെ മാറി തിരിഞ്ഞു വന്നാലും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഈ 3 അടിസ്ഥാന 3 പില്ലർ സിസ്റ്റമാണ് ഏത് ഇൻഡസ്ട്രിയും നിലനിർത്തുന്നത്. അപ്പൊ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്, ഇതിനെ പരസ്പരം നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ നടത്താതിരിക്കുക, ചൂഷണം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകം. മറ്റൊന്ന്, നിരവധി നിയമനിർമ്മാണങ്ങളുള്ള സംസ്ഥാനവും രാജ്യവുമാണ് നമ്മൾ.
പക്ഷേ ഈ നിയമനിർമ്മാണങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പൊ മിനിമം വേജസ് ആക്ട് ഉണ്ട്, കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് അബോളിഷൻ ആക്ട് ഉണ്ട്, കാഷ്വൽ വേജസ് ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഉണ്ട്, ഫാക്ടേഴ്സ് ആക്ട് ഉണ്ട്, ഹോളിഡേസ് ആക്ട് ഉണ്ട്, നിരവധി നിയമങ്ങളുണ്ട്. പക്ഷെ എവിടെ ഇത് നടപ്പിലാക്കുന്നു? അതുകൊണ്ട് നിയമനിർമ്മാണം രൂപീകരിക്കുന്നതിനേക്കാൾ പ്രധാനം എത്രമാത്രം അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു തൊഴിലാളിക്ക് വേണ്ടുന്നത് എന്താ? അവന് ജോലി വേണം, ഏത് സെക്ടറിലായിക്കോട്ടെ. ഇപ്പൊ വരുന്നുണ്ട് AI വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഏത് മേഖലയിലായാലും തൊഴിലാളിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ജോബ്, ദെൻ എന്താ വേണ്ടേ? സാലറി, ദെൻ വേണ്ടത് എന്താ? അവന് വെൽഫെയർ മെഷേഴ്സ്, പിന്നെ വേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി, റിട്ടയർമെന്റ് ആവും. ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ ഏത് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ എംപ്ലോയറും സൊസൈറ്റിയും ഗവൺമെന്റും എല്ലാവരും കൂടി തയ്യാറാകും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെ. പിന്നെ മറ്റൊന്ന്, ഇതിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്ന ഫുഡ് ഡെലിവറിയുടെ വിഷയമാണ്. ഫുഡ് മാത്രമല്ല, ഇതിനകത്ത് നിരവധി മേഖലകളുണ്ട്. നമ്മളിപ്പോൾ നേരത്തെയൊക്കെ സംസാരിച്ചിരുന്ന ഫോർമൽ എക്കണോമി, ഇൻഫോർമൽ എക്കണോമി എന്നാണ്. ഇപ്പോൾ വീണ്ടും പ്ലാറ്റ്ഫോം എക്കണോമി വന്നിരിക്കുന്നത്. ഇതുപോലെ എക്കണോമി എന്ന് പറയുന്ന നിരവധി എക്കണോമികളുണ്ട്. ഇവൻ ILOയുടെ സാന്നിധ്യത്തിൽ ILO എത്രയോ മാത്രം ഡിസിഷൻസ് എടുത്തിരിക്കുന്നു, കൺവെൻഷൻസ് എടുത്തിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ എവിടെ ആപ്ലിക്കബിൾ ആവുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഊബർ, ഇവർ തമ്മിലുള്ള മത്സരം ഭയങ്കരമാണ്. ഈ ഊബർ ആയാലും ഓലയാണെങ്കിലും ഞാൻ വിഷയത്തിൽ 1-2 വിഷയങ്ങൾ ഇടപെട്ടതാണ്. എന്തൊരു കടുത്ത മത്സരങ്ങളാണ് ഇവിടെ നിന്ന് നടക്കുന്നത്. ഇതിനൊരു എംപ്ലോയർ ഇല്ല, അജ്ഞാതനാണ്, എവിടെയോ ഒരു സാധനത്തിൽ ഇരുന്നുകൊണ്ട്. വാട്ട് ഈസ് യുവർ ക്യാപിറ്റൽ? ഈ പറയുന്ന പ്ലാറ്റ്ഫോം എക്കണോമിയുടെ ക്യാപിറ്റൽ എവിടെയാണ്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ, ദെൻ ഒരു ലാപ്ടോപ്പ്. ഇതാണ് ഇവരുടെ ആകെ കൈമുതൽ. ഇത് വെച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി എന്നുള്ളത്, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളത്, 8 മണിക്കൂർ വിനോദം എന്നുള്ളത്, ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും, ഏത് പ്ലാറ്റ്ഫോം എക്കണോമി വന്നാലും, ഏത് തരത്തിലുള്ള നടപടികളാണെങ്കിലും ഇത് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അത് ഈ പുതിയ സംവിധാനത്തിലൂടെ നമുക്ക് ആക്കാം. ഉദാഹരണത്തിന് ഷെയർ മാർക്കറ്റ്, ഇതിനേക്കാളൊക്കെ വലിയ ടെക്നോളജിക്കൽ ഏർപ്പാടിലൂടെയല്ലേ ഷെയർ മാർക്കറ്റ് നടക്കുന്നത്. അമേരിക്കയിലുള്ള ഒരു കമ്പനിയുടെ എനിക്കറിയാൻ പാടില്ലാത്ത അജ്ഞാതമായിട്ടുള്ള ഏതൊരു കമ്പനിയുടെ ഷെയർ എനിക്ക് ഇപ്പൊ വാങ്ങി സെക്കൻഡിനോട് വാങ്ങാം. അതെനിക്ക് മറിച്ച് 1 സെക്കൻഡോട് എനിക്ക് വിൽപ്പന നടത്താം. അതിന്റെ കമ്മീഷൻ സർക്കാരിന് പോകും, എനിക്ക് കിട്ടും, അതിന്റെ ഡിവിഡന്റ് പോകും. അതെല്ലാം ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നുണ്ട്. ബാങ്കിങ് സെക്ടർ, കോടാനുകോടികളുടെ ട്രാൻസാക്ഷൻ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാടും. ഇതിനെല്ലാം സുതാര്യതയുണ്ട്, അതെല്ലാം അക്കൗണ്ടബിൾ ആണ്, അതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. ഏത് ബിസിനസ് ഏത് രാജ്യത്ത് നടന്നു കഴിഞ്ഞാലും ഗവൺമെന്റ് കിട്ടാനുള്ള GST കൃത്യമായിട്ട് കിട്ടുന്നു, ഗവൺമെന്റ് കിട്ടാനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി കൃത്യമായിട്ട് കിട്ടുന്നു, ഗവൺമെന്റ് കിട്ടാനുള്ള ഇൻകം ടാക്സ് കൃത്യമായിട്ട് കിട്ടുന്നു. വൈ the laborers are losing their benefits, their wages, their actual wages? How? Then there is a looting there. There is an exploitation there. ഞാൻ നിർത്തുന്നു, നമുക്ക് നിർത്തണമെന്ന് ഞാൻ കരുതിയത്. There is an exploitation. There is a looting. അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇതുപോലുള്ള നിയമനിർമ്മാണങ്ങൾ ഉപകരിക്കട്ടെ. വളരെ കർശനമായ രീതിയിൽ കൂടുതൽ ഇതിനകത്തൊരു ചർച്ചകളൊക്കെ അനിവാര്യമാണ്. ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ച പോലെ 3 നിമിഷം കൊണ്ട് 5 നിമിഷം കൊണ്ട് 10 നിമിഷം കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത്. ഒരു കൺസൾട്ടേറ്റീവ് മെഷീനറി കൺസൾട്ടേഷൻ പ്രോസസ്സിലൂടെ തൊഴിലുടമ, തൊഴിലാളി പ്രതിനിധികൾ, ഗവൺമെന്റ് പ്രതിനിധികൾ കൂട്ടായിരുന്നുകൊണ്ട് ചർച്ച ചെയ്ത് ഇതിനുള്ള നടപടികൾ ഉണ്ടാവണം. അത് കൂട്ടായ ചർച്ചകൾക്ക് രൂപം കൊടുക്കാൻ കഴിയട്ടെ. എല്ലാവിധമായ പിന്തുണയും ഈ നിയമനിർമ്മാണത്തിന് നൽകുന്നു. വേണ്ടുന്ന പരിഷ്കാരങ്ങൾ അത് അതിൻ്റെതായ രീതിയിൽ വരുത്തിക്കൊണ്ട് കർശനമായി നടത്താൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. Incorporated into that. Thank you so much. Thank you, ma'am. Next, we would like to invite Dr. Jaskiran Bedi, Head Public Policy, Zomato Limited, who is in online. Hi everyone for inviting us to this seminar and consultation. Zomato is 100% aligned with any intent of working towards the welfare of gig workers, and this is substantiated not only by our participation with policymakers on this discourse but also by our own provisions. While many inputs have been provided thus far in this seminar, yet I'll take this opportunity to present certain facts about gig work on our platform in food ordering and delivery and quick commerce. Number 1 is flexibility. As much as theoretical experts might state otherwise, the core of gig work in India
especially in the food ordering and delivery and quick commerce domain, is flexibility. There are no unemployment benefits in India. We must recognize that are provided by the governments, and therefore for a lot of people, gig work is actually continued livelihood generation in periods of shocks. Now, one might question that is it truly flexible? Yes, it is. Gig work is undertaken as per the willingness and availability of gig worker. We cannot pressurize anyone to participate on our platform. They utilize this flexibility to supplement their earnings as and when required. On an average, and this is a factual figure that I'm presenting you, gig workers work for less than 12 days per month, at least on the Zomato platform. The NCAR study, Dr. Bhandari is present here, pointed out that 50% of gig workers in their survey respondent group also participated for less than 5 hours a day. So if we're talking about less than 5 hours a day, less than 12 days a month, we cannot secure and say that this is full-time in any way. Our own internal survey showed that 94% of the gig workers that we interviewed, and the responding group was in tens of thousands, stated that they log into Zomato to undertake gig work whenever it is convenient as per their willingness and availability. 94%. Number two, there is high attrition. There is no concept of a gig worker for perpetuity in reality in the food ordering domain in India. The representative NCAR study again found that 40% of the respondents were inactive or had exited at the time of the survey. Of those active, 30% had been associated with food ordering and delivery for less than a year. A large number of gig workers associate with us only for a few days, and many others participate only seasonally to supplement either their income during periods of shock or continued earnings in between bridge periods between jobs. Number three, there is access for everyone. While in traditional employment, access to opportunities is limited by educational or professional backgrounds, gig work has broken these barriers. There is ease of entry owing to no specialized skill requirement, low capital expenditure, and low investments on part of the gig workers in food ordering and delivery as well as quick commerce. Gig work in this domain is a tool for social protection, as I have mentioned previously. Our platforms act as shock observers during periods of unemployment. And again, Dr. Bhandari, your study itself pointed out that 32% of gig workers participating in food delivery were unemployed for 5 months before they chose to opt in for gig work. And this was especially relevant during the period of pandemic and such shock periods. It is a stepping stone for students that has been highlighted previously as well by the speakers. 24% of gig workers in food ordering and delivery chose this field as a first area to step into the world of work. Of this, 88% were students. Since the inception of our food delivery operation, Zomato has provided earning opportunities to 24 lakh persons in India. But at any given time, only 4 lakh are active, highlighting that only 4 lakh, 1/6 are the ones actually participating actively at any given time. This also includes 27,000 plus women, 500 plus specially abled people that we have onboarded on our platform. There are welfare provisions contrary to what has been submitted. I'm of course not talking about at an industry level. I'm talking about Zomato specific here, that it is incorrect to say that no platform provides insurances and social protection. Zomato provides an accident insurance up to a coverage of INR 10 lakhs. Medical insurance, including IPD and OPD. OPD covers include medical expenses for both illnesses and injury for the gig workers and their families. There's loss of pay insurance because one might be willing to participate but unable to owing to chikungunya, typhoid, tuberculosis, meningitis. So we even provide a loss of pay cover to have pioneered which workers. ഞാൻ ഈ ഓൺലൈൻ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ പേർക്കും വേണ്ടിയിട്ടാണ്, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഓല, ഊബർ, എല്ലാ പേർക്കും വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇതിനകത്തിപ്പോ ആദ്യമായിട്ട് സ്വിഗ്ഗിയുടെ കാര്യം നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് അവർ പറയുന്നത് എല്ലാ തരത്തിലുള്ള ഡെത്ത് കവറേജും അതുപോലെ തന്നെ ഇൻഷുറൻസ് കവറേജെല്ലാം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ശരിക്കും അത് പറഞ്ഞിട്ടുള്ളത് ശരിയായിട്ടുള്ള നടപടിയില്ല. 2 വർഷക്കാലമായി ഒരു ഷമീർ എന്ന് പറഞ്ഞ വ്യക്തി മരണപ്പെട്ടിട്ട് 2 വർഷത്തോളമായിട്ടും ഇപ്പോഴും അതിന്റെ പുറകെ കയറി നടക്കുകയാണ്. ആ ഡെത്ത് ക്ലെയിം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു ശങ്കർ റെഡ്ഡി 6 മാസത്തോളമായി കിടപ്പിലാണ്. അവർക്കുള്ള ലോസ് ഓഫ് പേ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ ആ കാര്യം ഞാൻ തുറന്നു പറയാനുള്ള കാര്യമാണ്. ഇവർ പറയുന്നതിൽ പല കാര്യങ്ങളും ശരിയായിട്ടല്ല നടക്കുന്നത്. ഏകദേശം 16-18 മണിക്കൂർ പണിയെടുക്കുമ്പോഴത്തേക്ക് മാത്രമാണ് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള തൊഴിൽ മേഖല പണിയെടുക്കുന്നവർക്ക്
ഒരു 800-900 രൂപയെങ്കിലും കിട്ടുന്നത്. അത് തന്നെ പെട്രോൾ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ഇതെല്ലാം സ്വന്തം കയ്യിൽ നിന്നാണ് ചെലവാകുന്നത്. അപ്പോൾ അവർ പറയുന്നതിൽ പലതും സത്യാവസ്ഥ ഉള്ളതല്ല. അതുപോലെ തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ പോലെ തന്നെ ഓല, ഊബർ, ടാക്സി മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഒരു ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ 49 രൂപ വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം 1500 രൂപ ആ ഒരു വഴിക്കാണ് പോകുന്നത്. അവർ ഓടിയിട്ടുണ്ടെങ്കിൽ ഓടിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയാണ് നടക്കുന്നത്. ഇൻഷുറൻസ് പരിരക്ഷ എത്രത്തോളം കിട്ടുന്നുള്ള കാര്യം പോലും ഉറപ്പുള്ള കാര്യമല്ല. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നത് ഏകദേശം 8-10-11 വർഷം ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. ആ മേഖലയിൽ പണിയെടുക്കുന്ന പലർക്കും ഇപ്പോഴും 23 രൂപയായിരുന്ന ഒരു പീസ് കൊടുക്കാനായിട്ട് 23 രൂപ മാത്രം ആദ്യം കൊടുത്തിരുന്ന റേറ്റ് കാർഡ് ഇപ്പോൾ അത് ഒരു പീസിന് വന്നിട്ട് 13 രൂപയായിട്ട് വെട്ടിക്കുറയ്ക്കുകയും ഏറ്റവും അവസാനം ഒരു സമരം ചെയ്തതിന്റെ വക്കുവരെത്തിയ ശേഷമാണ് അവർ തിരിച്ചത് 15 കൊണ്ട് എത്തിച്ച് നിർത്തിയേക്കുന്നത്. അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് അവരുടെ ആപ്പിനകത്ത് പോലും രേഖപ്പെടുത്തുന്നില്ല. വേജ് സ്ലിപ്പ് ഈ 3 കാറ്റഗറി പണിയെടുക്കുന്നവർക്ക് പോലും വേജ് സ്ലിപ്പ് എന്നുള്ളൊരു സിസ്റ്റം ഇല്ല. ഈ ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സംഭവിക്കുന്നു പറയുമ്പോഴത്തേക്കും ഗ്രോസറി അതുപോലെ തന്നെ വലിയ ബോക്സുകൾ അവരുടെ പിന്നെ വാനിലോട്ട് കൊണ്ടുപോകുന്ന ബോക്സുകൾ പോലും അവർ ബൈക്കിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഈ ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏകദേശം പലരുടെയും തൊഴില് ഏകദേശം 6ഓളം പേരെ ഈ അടുത്ത കാലത്തായിട്ട് ഒരു 5-6 ദിവസത്തിനകത്ത് അവരെ പിരിച്ചുവിടുണ്ടായി. 6ഓളം പേര്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആ മേഖലയിലുള്ള മീഷോ ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. സ്വിഗ്ഗി, സൊമാറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് ഡെലിവറി വളരെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാമെന്ന് പറ്റിയിരുന്നുള്ള തൊഴിലിടമായിരുന്നു. പക്ഷേ പഴയ സിസ്റ്റം 5-6 വർഷത്തിനകത്ത് ഇതിനകത്തുള്ള മാറ്റങ്ങൾ സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഈ 5 രൂപ തുടക്കകാലങ്ങൾ ഉണ്ടായിരുന്ന അതേ 5 രൂപ തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. പെട്രോൾ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ വാഹനത്തിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള വേതന വർധനവും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു 1000 രൂപയെങ്കിലും ഒരു ദിവസം പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴിലാളി ശ്രമിക്കുമ്പോൾ അവന്റെ വർക്കിംഗ് അവേഴ്സ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് അവന് പോംവഴിയായിട്ടുള്ളത്. ഇപ്പോൾ 9.5 മണിക്കൂർ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് ഇപ്പോൾ 16 മണിക്കൂർ വരെ തൊഴിലെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് സൊമാറ്റോ എന്ന് പറയുന്ന മാനേജ്മെന്റ് ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രധാന പിന്നെ ഒരു കാപട്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് വരുന്നത് അവർക്ക് 16 മണിക്കൂർ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയുടെ ആപ്പിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ 8 മണിക്കൂർ 10 മണിക്കൂർ വരെ മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ലോഗിൻ അവേഴ്സ് അവർ കൂട്ടാതെ അതിനകത്ത് ട്രാവൽ എടുക്കുന്ന സമയം ഒരു സ്വിഗ്ഗിയിലെ ഒരു സൊമാറ്റോയിലെ ഒരു റൈഡർ ഒരു ഓർഡർ പിക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന ആ സമയം മാത്രമേ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനകത്തുള്ള ഒരു വിരോധാഭാസമാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ കാര്യമാണെങ്കിൽ കസ്റ്റമർ സന്തോഷത്തോട് കൊടുക്കുന്ന ടിപ്പ് പോലും കൃത്യമായിട്ട് കിട്ടാറില്ല എന്നുള്ളതാണ്. 1 രൂപയെങ്കിലും 1 രൂപ അല്ലെങ്കിൽ 10 രൂപയാണെങ്കിൽ പോലും കസ്റ്റമർ വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു റൈഡർക്ക് ആ ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്ന ടിപ്പ് കൃത്യമായിട്ടും ആ തൊഴിലാളിക്ക് കിട്ടുന്നില്ല. അത് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ തന്നെ ലേബർ കമ്മീഷണറായിരുന്നിട്ടുള്ള വാസുകി മാഡത്തിനോട് നമ്മൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയതുള്ളതാണ്. അപ്പോഴും അവരത് പറയുന്നത് ടെക്നിക്കൽ ഇഷ്യൂ എന്നുള്ളതാണ്. അപ്പോ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ചൂഷണം എന്ന് പറയുമ്പോൾ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല. അത്രയ്ക്ക് ഒത്തിരി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും രാത്രിയും പകലും രാത്രി പോലും പലർക്കും സ്ത്രീകൾ പോലും 12 മണി വരെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളൂ. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ 7 മണിക്ക് രാവിലെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് 10 മണിക്കും 12 മണിക്കും വരെ ഈ ഒരു മേഖലയിൽ പണിയെടുക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ ഏണിങ്സും അവർക്കൊരു ടാർഗറ്റ് 1250 രൂപയുടെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ടാർഗറ്റ് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവസാന സമയത്ത് ഇതിനകത്ത് സംഭവിച്ച ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് 2 ലക്ഷം രൂപ മാത്രമാണ് ആക്സിഡന്റ് കവറേജ് വന്നിട്ടുള്ളത്. അതിനകത്ത് ഒരു അനീഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണ്, തമിഴ്നാട് സ്വദേശിയാണ്. രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 6-6:30 മണിക്കാണ് എത്തിത്തരുന്നത്. തിരിച്ച് പോകുന്നത് 10 മണിക്ക്. ഈ 10 മണിക്ക് കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതം സുഖകരമല്ല എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം കിട്ടിയത് ഞാനിവിടെ അവസരപ്പെടുത്തിയത്. അപ്പോ എല്ലാ പേർക്കും അതുപോലെ തന്നെ ഈ കേരള സർക്കാരിന് വേണ്ടി സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഈ ചെയ്തു തന്ന ഈ ഒരു ശില്പശാല സംഘടിപ്പിച്ചതും അതിനു വേണ്ടിയിട്ട് നമ്മുടെ നിയമനിർമ്മാണ നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് സർക്കാരിന് അതുപോലെ തന്നെ കിലയുടെ ചെയർമാൻ ഗോപിനാഥ് കെ ഗോപിനാഥ് അദ്ദേഹത്തിനും അതുപോലെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിലും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി എന്റെ ഒരു ചെറിയ പ്രതിഷേധമാണ്. കാരണം ഈ പരിപാടിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റേറ്റീവായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. അതിനുശേഷം ഞങ്ങളൊരു സ്വതന്ത്ര രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനാണ്.
അതായത് ഓൺലൈൻ ടാക്സി മേഖലയിലെ ഒരു സ്വതന്ത്ര രജിസ്ട്രേഡ് ട്രേഡ് യൂണിയനാണ്. ഇത് ഞങ്ങൾ ഈ പരിപാടിയെ കുറിച്ച് അറിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ മെയിൽ അയച്ചു. മെയിൽ അയച്ചതിന് ശേഷമാണ് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളെ ക്ഷണിച്ചത്. അപ്പൊ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത് 2015-16 കാലഘട്ടത്തിലാണ് ഓൺലൈൻ ടാക്സി മേഖല കൊച്ചിയിൽ സ്റ്റാർട്ടിങ് ഇരുന്നത്. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഡ്രൈവേഴ്സ് നല്ല രീതിയിൽ കിടന്ന് സാധാരണ പരമ്പരാഗതമായിട്ട് ഓടിക്കുന്ന ടാക്സിക്കാരും ഓട്ടോക്കാരുമായിട്ട് തല്ലും ബഹളവും കേസും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ മേഖല മുമ്പിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ മുമ്പിൽ കൊണ്ടുവന്നേക്കുന്ന ഡ്രൈവർക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത രീതിയിലാണ് കൊച്ചിയിൽ നിൽക്കുന്നത്. അപ്പം ഒരു ഡ്രൈവർ ഏകദേശം ഒരു 8 ലക്ഷം അല്ല 10 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തുകൊണ്ട് ഓൺലൈൻ ടാക്സി മേഖലയിൽ ഓടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. എത്ര ദിവസം ഓടിക്കാൻ പറ്റും? 5 വർഷത്തെ ഫിനാൻസിൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ 5 വർഷത്തെ ഫിനാൻസ് അടയ്ക്കാൻ പറ്റുമോ? 2 മാസം അല്ല 3 മാസം ഓടിക്കാൻ പറ്റുമോ എന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൂടാതെ ഏതെങ്കിലും ഒരു കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്താൽ ഒരു പുതിയ വണ്ടി എടുത്തുകൊണ്ട് ജീവിക്കാൻ തുടങ്ങണം അല്ലെ ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഏതെങ്കിലും ഒരു ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് ഓൺലൈൻ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ചെയ്താൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ ആ ഡ്രൈവറെ യൂബറിന്റെ ആപ്ലിക്കേഷൻ എന്നേക്കുമായിട്ട് ബാൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ യൂബർ മാത്രമല്ല യൂബർ പോലെയുള്ള സകല ഓൺലൈൻ ടാക്സി മേഖലയും ചെയ്തുകൊണ്ടിരിക്കാം. അതായത് അവരുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ലാസ്റ്റ് വന്നിട്ട് ഓടാൻ പറ്റാതെ വന്ന് 8-10 ലക്ഷം രൂപയുടെ വണ്ടികൾ നഷ്ടപ്പെടുത്തി കളയാണ് അവർ. വെറുതെ വണ്ടി തിരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. ഭാര്യയുടെ കെട്ടുതാലി അല്ലെങ്കിൽ വീടിന്റെ ആധാരം കൊണ്ട് പണയം വെച്ച് ഒരു വണ്ടി എടുത്തോണ്ട് വന്നിട്ട് ആ വണ്ടി ഓടി ജീവിതം മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഓൺലൈൻ ടാക്സി മേഖലയിലുള്ള ഒറ്റ ഡ്രൈവർക്ക് ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെയാണ് നമ്മൾ ഇന്റർസിറ്റി എന്നും പറഞ്ഞൊരു ട്രിപ്പ് ഉണ്ട് ഊബറിൽ. ഇന്റർസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജില്ല വിട്ട് വെളിയിൽ പോകുന്നതാണ്. അതിന് അവർ തരുന്ന ഫെയർ എന്ന് പറഞ്ഞ 1 സൈഡ് ഫെയർ ആണ്. ഇപ്പൊ നമ്മൾ കോട്ടയത്തോടെ ട്രിപ്പ് പോയി നമുക്ക് കോട്ടയം ചെന്ന് അവിടുന്ന് തിരിച്ച് റിട്ടേൺ ട്രിപ്പ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. തിരിച്ചു വന്നു കഴിയുമ്പോൾ പെട്രോളിന്റെ പൈസ പോലും നമുക്ക് കിട്ടില്ല. ഇപ്പോഴത്തെ ഇന്നലെ തന്നെ കോട്ടയത്ത് എറണാകുളത്ത് നിന്ന് കോട്ടയം ജില്ലയിലോട്ട് ഒരു ട്രിപ്പ് എടുത്തുകൊണ്ട് പോയ ഡ്രൈവർ കോട്ടയത്ത് ചെന്ന് തിരിച്ച് റിട്ടേൺ ട്രിപ്പ് എടുക്കാൻ കയറി കിടന്ന സമയത്ത് അവിടെയുള്ള പരമ്പരാഗത ടാക്സി ഡ്രൈവേഴ്സ് ഭയങ്കരമായിട്ട് മർദ്ദിച്ച 3 പേര് ആശുപത്രിയിലായിരുന്നു. അതിന് പല സ്ഥലങ്ങളിൽ പരാതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ കമ്മീഷൻ ഈടാക്കുന്നത് ഓരോ ട്രിപ്പിനും കമ്മീഷൻ ഈടാക്കുന്നത് ഓരോ ട്രിപ്പിന്റെ ബേസിലൊന്നുമല്ല. പല രീതിയിലാണ് ഒരു കമ്മീഷൻ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുവാന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമ്മൾ ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രിപ്പിനുള്ള കറക്റ്റ് കമ്മീഷൻ അവർ വാങ്ങിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ദിവസം പ്ലാറ്റ്ഫോം നമ്മൾ ഓൺ ആക്കിയിട്ടാൽ ഇപ്പം എസ്പെഷ്യലി യൂബർ നമ്മൾ പ്ലാറ്റ്ഫോം ഓൺ ആക്കിയിട്ടാൽ 49 രൂപ അവർക്ക് ഒരു ദിവസം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് നമ്മൾ കൊടുക്കണം. ഏകദേശം ഒരു വർഷം നമ്മുടെ ഒരു വണ്ടി ഇൻഷുറൻസ് അടങ്ങുന്ന പേയ്മെന്റ് ആണ് നമുക്ക് അവിടെ ചെലവാകുന്നത്. എന്നാൽ അവർ ഈ 50 രൂപ 49 രൂപ 50 രൂപ അവർ കട്ട് ചെയ്തോട്ടെ. പക്ഷേ ഈ 50 രൂപ പ്ലാറ്റ്ഫോം ഫീ പിടിക്കുന്ന അവര് നമുക്കൊരു സെക്യൂരിറ്റി തരല്ല. നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് നമ്മൾ 8 മണിക്കൂർ അല്ലെ 10 മണിക്കൂർ കിടന്ന് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്ര രൂപ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നിരിക്കും എന്നുള്ളൊരു കാര്യം അവർ ഉറപ്പു തരുന്നില്ല. നേരം വെളുത്ത് 5 മണിക്കൂറും 6 മണിക്കൂറും കിടന്ന് ഒരു 150-250 രൂപ ചിലപ്പോൾ ഓടും. അല്ലെങ്കിൽ ട്രിപ്പ് ഇല്ലാത്ത ദിവസങ്ങൾ 500 രൂപ ഓടും. ആ ഓടുന്നവന്റെ കയ്യിൽ നിന്ന് പോലും ഇത്രയും പേയ്മെന്റ് പിടിക്കുകയാണ് അവന്റെ ഇല്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കൊച്ചിയിലുള്ള ഓൺലൈൻ ടാക്സി മേഖല എന്ന് പറഞ്ഞ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നുമില്ല. പുറത്തു നിന്ന് 14 ജില്ലകളിൽ നിന്നുമാണ് ഓൺലൈൻ ടാക്സി ഓടിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നത്. ഇവർക്ക് യാതൊരു ഗ്യാരണ്ടിയാ കൊച്ചിയിൽ കിട്ടത്തില്ല. അവര് വന്നേച്ച് റോഡ് സൈഡിൽ കിടക്കുന്ന വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തേച്ച് ഏതെങ്കിലും ഒരു പേ ആൻഡ് പാർക്കിൽ പോയിട്ട് അവർ പിന്നെ വണ്ടിയിൽ തന്നെ വരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-60% ആൾക്കാർ അവർ 24 മണിക്കൂർ ഓണാണ് ഓൺലൈൻ ടാക്സി മേഖലയിൽ. ഇവരിപ്പോ പറയുന്നതുണ്ട് 14 മണിക്കൂർ ഓൺലൈൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഓഫ്ലൈൻ ആയി പോകും. ഈ 16 മണിക്കൂർ എന്ന് ഇവർ പറയുന്നത് ഒരു ട്രിപ്പ് എടുക്കുന്ന റണ്ണിങ് സമയമാണ്. ഒരു ട്രിപ്പ് ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരു ട്രിപ്പ് അടിക്കുള്ളൂ. അതിന്റെ റണ്ണിങ് സമയം അങ്ങനെ റണ്ണിങ് സമയം മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 14 മണിക്കൂർ വണ്ടി ഓടിക്കണമെങ്കിൽ ഏകദേശം 3 ദിവസമെങ്കിലും എടുക്കും. ഈ 3 ദിവസം എടുക്കുമ്പോഴാണ് ഈ 14 മണിക്കൂർ റണ്ണിങ് ആവുന്നത്. അല്ലെങ്കിൽ 24 മണിക്കൂർ വണ്ടി ഓൺലൈനാണ് കിടക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും ഇപ്പൊ കൊച്ചിയെ സംബന്ധിച്ച് എല്ലാ രീതിയിലും ഓൺലൈൻ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു രീതിയിലും. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവേഴ്സിനെ പിരിച്ചുവിടുന്ന നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി എടുത്ത് ഓടാൻ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഇവർക്കൊരു ടീമുണ്ട്. അതായത് ഡ്രൈവേഴ്സിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ട്.
വണ്ടി എടുത്ത് ഓടി 3 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അവർ ചെക്ക് ചെയ്തിട്ട് പറയും ഒരു 6 മാസം മുമ്പ് നിങ്ങൾ കൊറോണ സമയത്ത് മാസ്ക് വെക്കാത്തതിന് നിങ്ങൾക്ക് ഒരു പെറ്റി കിടപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഇതിൽ മാറ്റുവാണ് എന്ന് ചോദ്യം പറച്ചിലൊന്നും ഇല്ലാണ്ട് മാറ്റുവാണ്. ഇപ്പം ആയിരക്കണക്കിന് ഡ്രൈവേഴ്സ് ആണ് വണ്ടി എടുത്തോണ്ട് ഈ മേഖലയിൽ വന്നിട്ട് ഇപ്പൊ ഓടിക്കാൻ പറ്റാതെ ബാൻ ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ. അതുകൊണ്ട് ഈ ഒരു നിയമനിർമ്മാണം വരുമ്പോൾ തന്നെ കൊച്ചിയിലുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിനും കൂടെ ഗുണകരമാകുന്ന രീതിയിൽ നല്ലൊരു നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പം ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ വിളിച്ച എല്ലാവർക്കും എന്റെ നന്ദി. വിനീതമായ നമസ്കാരം. ഇങ്ങനെ ഈ വേദിയിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ BMS-നെ പ്രതിനിധീകരിച്ചു വേണ്ടി സംസാരിക്കുവാനായിട്ടൊരു അവസരം കിട്ടിയതിൽ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഈ ഗിഗ് മേഖലയിൽ തൊഴിലാളികൾ നേരിടുന്ന ഏതാനും ചില പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ടും പറയുന്നത് സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും മറ്റ് ആപ്ലിക്കേഷനിലൊക്കെ തന്നെ കാണിക്കുന്നത് 9.5 മണിക്കൂർ ജോലി ചെയ്താൽ മതിയെന്ന് കാണിക്കുമ്പോഴും നമുക്ക് ഒരു 1000 രൂപയെങ്കിലും നമുക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 14 മുതൽ 15-16 മണിക്കൂറെങ്കിലും ജോലി ചെയ്യേണ്ട സാഹചര്യമാണ്. ഇപ്പം ഞാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. ഞാൻ ഇന്നലെ 17.25 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് എനിക്ക് 500 രൂപ വരുമാനം കിട്ടിയത്. 500 രൂപ വരുമാനം കിട്ടുമ്പോൾ മാത്രമാണ് 500 രൂപ ഉള്ളപ്പോൾ മാത്രമാണ് എനിക്ക് 300 രൂപ ഇൻസെന്റീവ് കിട്ടുന്നത്. അങ്ങനെ ആകെ എനിക്ക് കിട്ടിയത് 800 രൂപയാണ്. അതിനകത്ത് വേറൊരു വളരെ വിഷമകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മളൊരു 200-250 കിലോമീറ്റർ ഒക്കെ ഓടുന്ന സമയത്താണ് നമുക്കൊരു 1000 രൂപ ഇൻകത്തിലേക്ക് വരുന്നത്. ഈ 200-250 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 300-350 രൂപ പെട്രോളിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കും. പിന്നെ നമ്മൾ രാവിലെ 7 തൊട്ട് രാത്രി 12 വരെ ജോലി ചെയ്യണം. ഇതിനുള്ള നമ്മുടെ എക്സ്പെൻസ്, രാവിലെ 7 മണിക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. രാവിലത്തെ ഫുഡ് കഴിക്കണം, ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കണം, വൈകിട്ട് ഒരു ചായ കഴിക്കണം. രാത്രി 12 മണിക്ക് വീട്ടിൽ കയറുന്നെങ്കിൽ വീട്ടിൽ കയറിയിട്ട് ആഹാരം കഴിക്കാമെന്ന് വെച്ചാൽ പോലും ഈ ഒരു 3 നേരത്തെ ഭക്ഷണം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 1000 രൂപ 1100 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നത് വളരെ തുച്ഛമായ തുകയാണ്. അപ്പൊ അത് വളരെ ഒരു വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യമായിട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് വേണ്ട ഡെലിവറിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഫോണ്, അതുപോലെ വണ്ടി, വാഹനം, ഇതിന്റെ എല്ലാ മെയിൻ്റെനൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ പറയും. അത് ഈ തുച്ഛമായ തുക വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനകത്തുനിന്ന് വേണം മാസം ഒരു 3000 രൂപ വണ്ടിക്ക് പണി വരും. കാരണം ഒരു 6000 കിലോമീറ്ററിൽ ഒരു മാസം വണ്ടി ഓടിക്കണം. നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 3 തവണയെങ്കിലും മിനിമം ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് അതിന് തന്നെ 1000 രൂപയോളം നമുക്ക് ഒരു 3000 രൂപയോളം നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. 450 രൂപ 500 രൂപ കൊടുത്തെങ്കിലേ ഒരു ഓയിൽ കിട്ടും, 1 ലിറ്റർ ഓയിൽ. അത് മാറ്റണമെങ്കിൽ 50 രൂപ വേറെ കൊടുക്കും. അപ്പൊ തന്നെ 500 രൂപ 600 രൂപ അതിനുവേണ്ടി ചെലവായി. 3 തവണയാകുമ്പോൾ എത്ര രൂപ ചെലവായി? ചെയിൻ മെയിൻ്റെനൻസ് വേണം, അതുപോലെ തന്നെ ടയർ മെയിൻ്റെനൻസ്, ബ്രേക്കും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, കേബിളുകൾ മാറണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു മൊബൈൽ യൂസ് ചെയ്യണമെങ്കിൽ 400 രൂപ മിനിമം നമുക്ക് ഒരു മാസം വേണം. ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊന്നും കമ്പനി യാതൊരു വിധത്തിലുള്ള കൺസിഡറേഷൻ തരുന്നില്ല. എല്ലാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യും. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവിടെ വാചാലമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇൻഷുറൻസ് കൊടുക്കുന്നു എന്നുള്ള കാര്യം. ഇൻഷുറൻസ് എന്ന് പറയുന്ന ആകെപ്പാടെ 1 ലക്ഷം രൂപ നമുക്ക് ഇൻഷുറൻസ് പറയുന്നത് പെർഫോമൻസ് ബേസിലാണ് നമുക്ക് ഇൻഷുറൻസ്. നമ്മളെ തൊഴിലാളികളെ 1ാം തരക്കാർ, 2ാം തരക്കാർ, 3ാം തരക്കാരെന്ന് തരംതിരിച്ചുകൊണ്ടിട്ടാണ് കമ്പനികൾ ചെയ്യുന്നത്. നമ്മൾ ഈ കേരളത്തിലെ പല റോഡുകളും നമുക്കറിയാം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ്. ഈ റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കമ്പനി ഉദ്ദേശിക്കുന്ന സ്പീഡ് ലിമിറ്റിലോ മറ്റു കാര്യങ്ങളോ നമുക്ക് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ പാർട്ണർ ഗ്രൂപ്പ് താഴേക്ക് പോകാൻ, പാർട്ണർ ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ട് അത് താഴേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. നമ്മളെപ്പോഴും ഗോൾഡ് പാർട്ണർ അല്ലെങ്കിൽ ഡയമണ്ട് പാർട്ണർ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഫാമിലിക്ക് ഒരു ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടത്തുമില്ല. ഇവിടെ എനിക്ക് മുമ്പ് പ്രതിനിധി പറയുകയുണ്ടായി, ഇൻഷുറൻസ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അത് കിട്ടുന്നില്ല. എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പല ട്രേഡേഴ്സിനും ലോസ് ഓഫ് പേ പോലും കിട്ടുന്നില്ല, കമ്പനി കൊടുക്കത്തില്ല. അതില്ലെന്നാ പറയാം, നിങ്ങളുടെ സിറ്റിയിൽ അത് ഇല്ല, കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കമ്പനി പലതും നമുക്ക് തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കൂടാതെ നമുക്കിപ്പോൾ കിട്ടുന്ന ബേസ് പേ എന്ന് പറയുന്നത് സൊമാറ്റോയിലാണെങ്കിൽ 25 രൂപ, സ്വിഗ്ഗിയിലാണെന്നുണ്ടെങ്കിൽ 20 രൂപ. ഇതാണ് ഇപ്പൊ തിരുവല്ലയെ സംബന്ധിച്ച് ഞാൻ തിരുവല്ലയിൽ വരുന്നത്, അവിടുത്തെ ഒരു അവസ്ഥ ഞാൻ അതാണ് പറയുന്നത്. പക്ഷേ പെട്രോളിന് 70 രൂപ ഉണ്ടാകുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന സെയിം സാധനമാണ് ഇപ്പൊ 110 രൂപയ്ക്ക് അടുത്ത് വിലയുള്ള സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ എക്സ്പെൻസ് കൂടെ നമ്മൾ ഇതിനകത്ത് നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു മാസം ഒരു റൈഡർക്ക് എന്ത് വരുമാനം കിട്ടുന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. യാതൊരു വിധത്തിലുള്ള പ്രയോജനവും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ ധാരാളം സ്ത്രീകൾ നമുക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ പ്രാഥമികമായിട്ടുള്ള കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റില്ല. ഒരു സ്വിഗ്ഗിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള പരിഗണനയും സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ വർക്ക് ചെയ്യുന്ന പോലെ രാത്രി 12 മണി വരെ വർക്ക് ചെയ്തെങ്കിലേ ഒരു 500 രൂപ അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു അവസ്ഥയൊക്കെ വളരെ മോശകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അത് കൂടാതെ തന്നെ
ഈ തേർഡ് പാർട്ടി വഴി സ്വിഗ്ഗി ഡെലിവറി ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം. ഈ ഷാഡോഫാക്സ് പോലെയുള്ള തേർഡ് പാർട്ടി ടീമുകളുണ്ട്. അവർക്ക് കൂടുതൽ ഓർഡർ കൊടുത്തുകൊണ്ട് തൊഴിലാളിക്ക് ഓർഡർ കൊടുക്കാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അതൊക്കെ മാറ്റം വരേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ സൊമാറ്റോ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേക നയമാണ് 15-16 മണിക്കൂർ നിൽക്കുന്നത് ആപ്പിൽ കാണിക്കുന്നില്ല. എന്നിട്ട് ഓർഡർ ഓൺ ടൈം എന്ന് പറയുന്ന ഒരു സംവിധാനം. ഓർഡർ ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആ ടൈം മാത്രം കാണിക്കുക. അങ്ങനെ നോക്കുമ്പോൾ 9 മണിക്കൂറൊക്കെ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ 16-17 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. ഒരു 4 മണിക്കൂർ ഒരാൾ നിൽക്കുമ്പോൾ അയാൾക്ക് ഓർഡർ ഒന്നും അടിച്ചില്ലെങ്കിൽ അയാൾ ആ ജോലിക്ക് വേണ്ടി നിന്ന സമയം അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയില്ല. അപ്പൊ അതൊരു ശരിയായ ഒരു പ്രവണതയല്ല. അത് നമുക്ക് ഒരു വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ കിലോമീറ്റർ ആപ്പിൽ കാണിക്കുന്നത്, ഒരാൾക്ക് 10 കിലോമീറ്റർ ആപ്പിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയത്ത് അത് 12-13 കിലോമീറ്ററിലേക്ക് മാറണം. അപ്പൊ ആ ഇൻകം ആയിട്ട് കിട്ടുന്നുമില്ല. അത് മാത്രമല്ല, നമുക്ക് കൃത്യമായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സൊമാറ്റോ പോലുള്ള ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് നമ്മുടെ വേതനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. ഇന്ന് ഒരു ഓർഡർ ഇപ്പൊ അടിക്കുന്ന ഓർഡർ 70 രൂപ കിട്ടിയാൽ അതേ സ്ഥലത്തേക്ക് പിന്നെ ഒരു ഓർഡർ അടിച്ച് 65 കിട്ടും. ഇത് ഏത് കണക്കാണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. അത് കൃത്യമായിട്ടൊന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ ഹോട്ടലിലെ വെയിറ്റിംഗ് ചാർജ്, ഹോട്ടലിൽ വെയിറ്റിംഗ് ടൈം വളരെ കൂടുതലാണ്. കാരണം ഒരു ഫുഡ് റെഡി കിട്ടിയിട്ട് നമുക്ക് ഒരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫുഡ് എടുത്തോട്ട് പോകാം. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. നമുക്കൊരു ഓർഡർ അടിച്ചു തരുന്നു, നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ആ റെസ്റ്റോറന്റിൽ ചെല്ലുന്നു, അവിടെ 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു 2-3 റെസ്റ്റോറന്റിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം 200-300 രൂപ നമുക്ക് ഓടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു സമയം കൂടെ നമുക്ക് അവിടെ നഷ്ടമാകാം. ആ ഒരു വരുമാനം നമ്മളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു മാർഗരേഖയായിട്ട് നമ്മൾ പ്രശ്നമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ സ്വിഗ്ഗിയുടെ ഉണ്ട്, സൊമാറ്റോയുടെ ഉണ്ട്, ലേബർ പ്രതിനിധികളുണ്ട്, വളരെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ ഇതൊരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നമായിട്ട് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇത് എല്ലാവരും മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ കേരള പ്രദേശ് ഗിഗ് വർക്കേഴ്സ് അങ്ങനെ പ്രതിനിധീകരിച്ചുകൊണ്ട് BMS പ്രതിനിധീകരിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. The counterparts from my counterparts from the other companies have repeated. So I'm just going to double tap on it and say that the aspects on flexibility, accidental insurance, etc. are not stuff which companies like us are not looking at. We are definitely doing it, and details of it has been shared with different state governments over different points of time. And there's definitely been a lot of myths around saying that there's a lot of opaqueness to how these platforms are working, but it's definitely not been the case. And I hope that before the bill goes into the assembly, we're able to have discussions where all the stakeholders, and I'm not just talking about the industry, we're able to put forth what we are doing and our practices are crisp and clear when this bill is introduced in the assembly. My presentation is just going to last for 3 points. One is with respect to the very heterogeneous nature of our industry. While all the previous speakers or research fellows were talking about the fact they're just compartmentalizing the entire industry into one whole, but that's not the fact. Now, if I have to just talk about the transport sector, we are an industry which is already heavily regulated by the state governments. We have an overarching framework under the MORT guidelines of 2020. And if I have to speak about the Kerala context, in the month of April, to be specific on 8 April 2024, through a Gazette notification, Kerala has notified the state aggregator policy. Now, under this policy, as well as the MORT guidelines of 2020 of the central government, it clearly states how the fare should be distributed between an aggregator and a driver partner. So there is no level of opaqueness on how much we are taking or they are taking. It's clearly stated and we are regulated by the provisions of the law. Kerala government is going to be, we are told, going to be implementing the policy in the next couple of months. Also, in this situation, it's very important that we are not working in silos. Well, the motor vehicle department has already come out with certain aspects of social security within their state aggregator policy. And I'm assuming the Department of Labour is also conceptualizing a broad framework. It would be good that there is an interdepartmental convergence at this point, where different departments of the government in the same state are not working separately. This will ensure that aggregators are not really bowed down
by the strict regulations, and there is a scope where business can be unaffected. At the same time, the benefits for the workers are not really stranded. Secondly, as I touched briefly in the beginning of my presentation, is the aspect of differential impact. Now, like I mentioned, unlike the food delivery ecosystem or the e-commerce ecosystem, we are an industry which is already regulated, unlike the other players. So there is definitely a case of differentiated impact there. So we will have to bring into picture while we are going into further discussions. As the Honorable Minister had pointed out that on July 29th, a technical committee has been formed. It's my humble request that in this technical committee, there is a fair representation of stakeholders from different walks, so that it's not restricted, and a lot of problems which the rules which had in the other states are kind of rectified in the Kerala aspect, so that, you know, because like I mentioned, we are a regulated industry, we shouldn't be facing the bite of it with different states coming with their own recommendation. And that's about it. And I hope that, like my counterpart has already mentioned, ഇത്തരമൊരു ഡിസ്കഷൻ ട്രൈപാർട്ടി ഡിസ്കഷൻ വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, മിനിസ്റ്റർ ഉദ്ഘാടനത്തിൽ പറഞ്ഞ ഈ റെസ്റ്റിംഗ് പ്ലേസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എംപ്ലോയർ മാത്രമാണ് ഇൻവിസിബിൾ ആയിട്ടുള്ളത്, എംപ്ലോയി വർക്കർ വിസിബിൾ ആണ്. ഏത് തെരുവിൽ പോയാലും ഇന്ന് ഈ വലിയ കമ്പനികളുടെ ടാഗും ധരിച്ചുകൊണ്ട് ടീഷർട്ടും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ ഇന്ത്യയുടെ ഏത് തെരുവിലും കാണാമെന്നുള്ളതാണ്. അപ്പോൾ ജോലി ചെയ്യുന്നവർ വളരെ വിസിബിൾ ആണ്, ജോലി ചെയ്യിക്കുന്നവർ മാത്രമാണ് ഇൻവിസിബിൾ. അപ്പോൾ ഇത് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ഫ്ലിപ്കാർട്ടിനെയും സൊമാറ്റോയും സ്വിഗ്ഗിയും നേരിൽ കണ്ടു എന്നുള്ളതാണ്, അവരുടെ പ്രതിനിധികളെ കണ്ടു എന്നുള്ളത്. കാരണം നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോന്ന് വാങ്ങിത്തരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു, പക്ഷെ നമ്മൾക്കറിയില്ല ഇത് എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരെ കണ്ടത് വളരെ സന്തോഷം. ഞാനൊരു ഐ എം നോട്ട് making a satire, but it's a reality. So ഈ ട്രൈപാർട്ടി ഡിസ്കഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ILOയുടെ പ്രതിനിധികൾ ഇവിടെ ഉള്ളത് കൊണ്ട് I would like to remind the ILO persons that in India the situation is very, very serious. For the last many years, after 2015, there is no ILC in India. So the basic question, we are in every practice, international practice, it is very important that the tripartite system should be maintained. That's a very important question. So the ILO people must intervene in this issue, and ILC from the very beginning, from the very British era itself, ILC was a statutory thing that took place in India. But after this government, this central government, from 2015, there is no ILC. So tripartite, we have to focus on that. That's my request for the ILC. So with regarding this, AITC കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഗിഗ് വർക്കേഴ്സിന്റെ പ്രശ്നം ഏറ്റെടുക്കുന്നത്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയും റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ സഖാവ് ഉണ്ടായിരുന്നു, മറ്റ് പരിപാടികൾ കൊണ്ടുപോയി. ഞങ്ങളുടെ ഈ രംഗത്ത് തന്നെ വർക്ക് ചെയ്യുന്ന യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ KG ശിവാനന്ദനും അതുപോലെ തന്നെ GC സഞ്ജിത്തും അവർ ഈ പറയുന്ന രംഗത്ത് ഗിഗ് വർക്കേഴ്സിന്റെ സ്റ്റേറ്റ് ലെവൽ യൂണിയന്റെ ലീഡേഴ്സ് ഇവിടെയുണ്ട്. സമയക്കുറവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്കും കൂടി ഒരു അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അവസരം കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. കാരണം അഡ്വക്കേറ്റ് സജിലാലും ഇവിടെ എത്തിയിരുന്നു. കാരണം ഞങ്ങൾ ഇത് വളരെ സീരിയസ് ആയി ഉയർത്തുന്നതിന്റെ കാര്യം, ഇവിടെ പ്രശ്നം ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോ ഊബറുമായി ബന്ധപ്പെട്ട ലണ്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ അവിടെ കൃത്യമായി എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പലപ്പോഴും ബ്രിട്ടീഷ് നിയമങ്ങളാണ് പിന്തുടരുന്ന നിയമങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും അത് നമ്മൾ പിന്തുടരും. ഇപ്പൊ സുപ്രീം കോടതിയുടെ മുന്നിൽ ഇത് പെൻഡിംഗ് ആണ്, നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കൃത്യമായും ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരണം. ആ ക്ലാരിറ്റി വരുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്കിതിലൊരു സെൻട്രൽ ലെജിസ്ലേഷൻ വേണം. നമ്മളുടെ മുന്നിൽ ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി മാത്രമാണ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. that we are not ready to accept the code on social security. പ്രസിഡന്റിന്റെ അസന്റ് ഒക്കെ കിട്ടിയെങ്കിലും
ട്രേഡ് യൂണിയൻസ്, ഇന്ത്യയിലെ സെൻട്രൽ ട്രേഡ് യൂണിയൻസ് ഒന്നും അത് അംഗീകരിക്കുന്നില്ല. ഈ വിഷയം ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വെൽഫെയർ ഫണ്ട് അടക്കമുള്ളത് ഈ സോഷ്യൽ സെക്യൂരിറ്റി കോഡിൽ മാത്രം പറയുന്നതാണ്, വേറെ ഒരു നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഈ കാര്യത്തിൽ ഒരു സെൻട്രൽ ലെജിസ്ലേഷൻ ആവശ്യമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, കേരളം നമ്മൾ തൊഴിലാളി രംഗത്ത് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. പക്ഷെ ഇക്കാര്യത്തിൽ നമ്മൾ അല്പം ഡിലേ വന്നു. കാരണം രാജസ്ഥാന്റെയും കർണാടകയും ബില്ല് എന്റെ കയ്യിലുണ്ട്, രാജസ്ഥാന്റെ ആക്ടും കർണാടകയുടെ ബില്ലും എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഞാനിപ്പോ ഇവിടുത്തെ ബില്ല് കണ്ടു, ഡ്രാഫ്റ്റ് നേരത്തെ കിട്ടേണ്ടതായിരുന്നു, പരിശോധിക്കാനും പഠിക്കാനും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഡ്രാഫ്റ്റിനേക്കാൾ അവരുടെ ബില്ലിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു ബില്ലാണ് നമ്മളുടെ മുന്നിലുള്ളത്. അതിൽ ലീവ് വിത്ത് വേജസും ഗ്രാറ്റുവിറ്റിയും ബോണസും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അതിൽ പറയുന്ന വർക്കിംഗ് അവേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഡിസ്പ്യൂട്ട് ഉണ്ട്. കാരണം 8 hours എന്നുള്ളത് വി ഹാവ് ടു സ്റ്റിക്ക് ഓൺ ദാറ്റ്. ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ പ്രാക്ടീസ് ദാറ്റ് 8 hours ജോബ്. All of this are overtime. Others spread over 60 hours is not accepted to us. All the trade unions are sorry. അതുകൊണ്ട് വർക്കിംഗ് അവേഴ്സിന്റെ കാര്യത്തിൽ ആ ഡ്രാഫ്റ്റിൽ തന്നെ തിരുത്ത് വരുത്തേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അഭിപ്രായം ഈ ബില്ല് വിശദമായി പരിശോധിച്ച ശേഷം ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായി എഴുതി അറിയിക്കുന്നതാണ്. മറ്റ് പങ്കെടുത്തവർ കൂടി ഒരു ജസ്റ്റ് ചോദ്യം ചോദിക്കാനെങ്കിലും അവസരം ഉണ്ടാക്കണം. ഒരു ഓട്ടപ്രദർശനത്തോൾ ആയിപ്പോയി എന്നുള്ളൊരു പരിമിതി ഒഴിച്ചാൽ again I thank all of you. Thank you. LDF ഭരിക്കുന്നതുകൊണ്ട് ആതിഥേയത്വ മര്യാദ കാണിച്ചാക്കിയാണ് CIT അവസാനം വിളിച്ചത്. അതിൽ പ്രത്യേകമായൊരു നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവരാനുള്ള NDA സർക്കാരിന്റെ നീക്കത്തിന് എല്ലാവിധ പിന്തുണയും CIT നൽകുകയാണ്. അവതരിപ്പിച്ച കരട് ബില്ലിനോട് പൊതുവിൽ യോജിക്കുകയാണ്. ബില്ലിന്റെ ഡീറ്റെയിൽസ് പിന്നീട് സർക്കുലേറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ റൈറ്റ് ഫോർ അസോസിയേഷൻ കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ളൊരു ഫോർമുല ലോകത്ത് മുഴുവനും ഉള്ളതായതുകൊണ്ട് കേരളത്തിലും പ്രവർത്തിക്കുന്ന, ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഗിഗ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്ന എല്ലാ മാനേജ്മെന്റുകളും ഈ സംവിധാനം പാലിക്കാൻ നിർബന്ധിതമാണ്. അതിനെതിരായി പ്രത്യേക ഒരു സാമ്രാജ്യമായി ഇത് വളരാൻ നമുക്ക് അനുവദിക്കപ്പെടാൻ പാടില്ല. അതിനാവശ്യമായിട്ടുള്ളൊരു സാമൂഹിക നിയന്ത്രണം ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത് അനിവാര്യമാണ്. അതുപോലെ തന്നെ കൺസെപ്റ്റ് നോട്ടിനകത്ത് ഫുഡ് ഡെലിവറി രംഗത്തെ കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ പേരുണ്ടെന്നുള്ളത്. അവിടെ ഒരു ആശങ്കയുണ്ട്. നമുക്കിപ്പോ പോർട്ടർ എന്ന് പറയുന്ന പുതുതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന അടക്കം, അതുപോലെ ട്രാൻസ്പോർട്ട് ഓൺലൈൻ സിസ്റ്റത്തെ അടക്കം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ നിയമമായിരിക്കും കേരളത്തിന് നല്ലത്. അല്ലാതെ ഫുഡ് ഡെലിവറി മാത്രമായിട്ടൊരു നിയമം ഉണ്ടാക്കുന്നത് പൂർണ്ണമായിരിക്കില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊന്ന്, ഈ ഓൾഗരിതം മെത്തേഡ് മാനേജ്മെന്റ് എന്നുള്ളത് ട്രാൻസ്പെറൻസി വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതിനൊരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ കൊണ്ടുവരാവുന്നതും, അതുപോലെ തന്നെ അവരുടെ ഈ അൺഓർഗനൈസ്ഡ് സോഷ്യൽ സെക്ടർ ലേബർ ബോർഡ് ഉണ്ട്, ആ ബോർഡിന്റെ കീഴിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോമായി ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അങ്ങനെ വന്നാൽ വേറെ പ്രത്യേക ചെലവുകളൊന്നുമില്ലാതെ തന്നെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. ഒരു വെൽഫെയർ ഫണ്ടിന്റെ പ്രപ്പോസൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് കമ്പനികളുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് അവരുടെ ഒരു സെസ് ആയിട്ട് ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊരു നിർദ്ദേശം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അത് ഊബർ ആണെങ്കിലും ഒല ആണെങ്കിലും സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ ഏതാണെങ്കിലും അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും. അത് ആലോചിച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആക്സിഡന്റ് ഇൻഷുറൻസ് പറഞ്ഞു. 10 lakhs ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഡെറ്റിനാണ് പറയുന്നത്, അല്ലാത്തതിന് പറയുന്നില്ല. അതുകൊണ്ട് കിട്ടാത്ത ചില കംപ്ലൈൻസും പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ഇതിനകത്ത് നമുക്ക് ബാധകമാക്കാമെന്ന് പരിശോധിക്കണം. 2, സിക്ക് പേ പോളിസി എന്നുള്ള നിലയിൽ സുഖമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ സിക്ക് പേ പോളിസി കൊണ്ടുവരുന്നതിന് ഡോക്ടർ സർട്ടിഫിക്കറ്റോട് കൂടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നതെന്നായിരിക്കും. ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതുപോലെ ഒരു പെൻഷൻ സ്കീമിനെ സംബന്ധിച്ച് ആലോചിക്കണം. മെറ്റർണിറ്റി ബെനിഫിറ്റ് എല്ലാവർക്കും ബാധകമാക്കുന്ന വിധത്തിലേക്ക് വരണം. അതുപോലെ ഫെയർ റെമ്യൂണറേഷൻ, അത് ആവറേജ് വർക്കിംഗ് ടൈം, ഫ്യൂൾ ചാർജ്, അതുപോലെ തന്നെ റണ്ണിങ് കിലോമീറ്റേഴ്സ് എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കിലോമീറ്ററിൽ ഇത്രയുള്ള ഒരു ഫെയർ റെമ്യൂണറേഷൻ അവർക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിൽ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ പരാതി പരിഹാരത്തിനുള്ള സംവിധാനം വേണം. ആപ്പ് ബ്ലോക്ക് ചെയ്ത് സസ്പെൻഡ് ചെയ്യുകയും ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് റൈറ്റ് ഫോർ അസോസിയേഷൻ എന്ന് പറയുന്നത്.
കളക്റ്റീവ് ബാർഗൈനുള്ള സംവിധാനം ID ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം പ്രായോഗികം നോക്കുക. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ബിസിനസ് കേരളത്തിൽ നിന്ന് ഓടിപ്പോകാൻ ഒരു അവസരം ഉണ്ടാകാത്ത വിധത്തിൽ ബയാസ്ഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കരുത്. അവരെ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഫ്രണ്ട്ലി എന്നുള്ള നിലയിൽ തന്നെ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി സംവിധാനം ഉണ്ടാവണം. അതുപോലെ ബേസിക് ഫെസിലിറ്റീസ്, ടോയ്ലറ്റ്, ഇപ്പോൾ മന്ത്രി തന്നെ തിരുവനന്തപുരത്ത് ആദ്യമായി തുടങ്ങുന്ന കാര്യം പറഞ്ഞു. അതുപോലെ റെസ്റ്റ് റൂം, ചാർജിംഗ് പോയിന്റ്, പാർക്കിംഗ്, ഡ്രിങ്കിംഗ് വാട്ടർ തുടങ്ങിയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യാൻ ചില ലൊക്കേഷനെങ്കിലും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടെങ്കിലും എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഹോട്ടലുകളിലും ഈ ഓർഡർ നിൽക്കുന്നതിന് വലിയ ക്യൂ കാണാം. അവർക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു ഡെസ്കോ ബെഞ്ചോ ഒക്കെ ഉണ്ടാക്കുന്നതിന് വലിയ ഹോട്ടലുകളോട് പറയുന്നത് നന്നായിരിക്കും. അതിനുള്ള സംവിധാനം വേണം. വിമൻ എക്സൽ ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മുടെ ജെൻഡർ ഇൻക്ലൂസീവ് വർക്ക് പ്ലേസസ് എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമം തരണം. ഇവരുടെ ഡാറ്റാബേസ് ലേബർ ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം വേണം. അതുപോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് അടക്കമുള്ള ഒരു സ്കിൽ പ്രോഗ്രാം ഇതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. പ്രൊമോട്ട് ഇന്റർ ഡിസിപ്ലിനിങ് റിസർച്ച് ആൻഡ് പ്ലാറ്റ്ഫോം എക്കണോമി ആൻഡ് പ്ലാറ്റ്ഫോം വർക്കിന് വേണ്ടിയുള്ള ഒരു പരസ്പര സഹകരിച്ചുകൊണ്ടുള്ള ബോത്ത് ബിസിനസ്സും ഇതും അങ്ങോട്ട് ക്ലബ് ചെയ്തുകൊണ്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ഇതാണ് പോയിന്റ്സ് എന്നുള്ളതിനെ ചുരുക്കി പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയുന്നു, കിലയുടെ ചെയർമാൻ എന്നുള്ളതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ്. കില ഈ കാര്യത്തിൽ 1.5 വർഷം മുമ്പ് റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കില ഒരു പോളിസി റെക്കമെൻഡേഷൻ ഗവൺമെന്റിന് 1 മാസം മുമ്പ് സമർപ്പിച്ചിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പിനകത്ത് കിലേക്ക് വലിയ റോളൊന്നും ഇല്ലെങ്കിലും അതിന്റെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും ഈ അപ്രോച്ച് ഈ പറയുന്ന പുതിയ ബില്ലിന്റെ ഡോക്യുമെന്റേഷനിൽ കണ്ടു എന്നുള്ളത് വളരെ ആശ്വാസമുള്ളൊരു കാര്യമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. തന്നിട്ടുള്ള എല്ലാ ഡെലിഗേറ്റ്സും സ്പീക്കേഴ്സ് അവരുടെ അഭിപ്രായങ്ങളും സജഷൻസും പരമാവധി നമ്മൾ തന്നിട്ടുള്ള ടൈം ലിമിറ്റിൽ അവർ നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാണിക്കുന്നില്ല ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി എ കൺസൾട്ടേറ്റീവ് പ്രോസസ്. So I'll switch to English and Malayalam. Please bear with me. First of all, I would like to thank the representatives from ILO who have actually talked about from their perspective, from ILO's perspective with regard to decent work and the rest of the agenda. 4 members from the ILO have already spoken on that. Thank you so much for your inputs, and we'll also share the email ID so that further any kind of suggestions and feedbacks, and we also will circulate PPT so that you can have much more understanding of what exactly it would be. Since the bill is in a draft, it's a very rough draft of kind of a state. It's a skeletal framework. So we'll actually send in the PPT to every one who have actually attended the workshop today. So that you can actually send your feedback and suggestions. And our speakers who actually joined us online, they spoke about both from the welfare aspects and also from the algorithm and how that should be more transparent, and many suggestions were put forward by our speakers like Kanita Gurumurthy, Dr. Danya, and even Ms. Uma from ILO. So they were also mentioning on the various aspects, and everything has been noted down. Whatever you have said has been noted down, and we'll look into it. And many of the aggregators who have been here, they have also mentioned about, since the concept note it was said as food delivery, our chairperson from Kile was saying, adoru example aayittu parnane ullu. It's not solely based on food delivery platform. It's like platform across ella tarathilulla sectors. So all the nuanced sectors which our aggregators have also said that transport in the and food delivery under, even other kind of local logistics in the under. A new app is going to come. So there are different sectors, and that nuanced kind of sectoral differences can also be accommodated, and we have to look into that. So the aggregators, whatever they have put forward, we also will take into consideration. And also our trade union representatives, നമ്മുടെ ട്രേഡ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സ് അവരുടെ പ്രശ്നങ്ങളും അതുപോലെ സജഷൻസും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ എല്ലാം തന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് പരാതിയും മറ്റു കാര്യങ്ങളായിട്ട് അവരുടെ കൺസേൺ അവർ റിട്ടേൺ ആയിട്ടും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് തന്നെ കുറച്ച് പേര് റിട്ടേൺ ആയിട്ടും തന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ബില്ലിൻ്റെ മറ്റുള്ള നടപടിയിലോട്ട് പോകുമ്പോഴേക്കും അത് നമ്മൾ കൃത്യമായിട്ട് അത് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ CII, the representative from CII was also here, and he also mentioned about all the acts combined together. It should not actually
affect both our employers and employees. So we also would love, as State of Kerala, we also want to combine both, and it should not be a problematic issue for the employers or the employees. So we'll have much more consultations, and we would request, and we would be more than happy to get more feedback and suggestions from our esteemed delegates and speakers. So I feel that even though it was very short, it's very interesting and enriching for a person like me. So understanding what exactly the aggregators and people who are working on the ground level and our employees who are, again, I cannot say that employees are gig workers. So how they are, what their opinion about or their suggestions regarding welfare measures, whether it's been implemented or not. So everything will be looked into. So whatever suggestions we have given today and later on in the week, it will be definitely taken into consideration. So thank you so much, and there are many other representatives here. So I really thank you for a valuable time, and please do give in your suggestions. Thank you so much for attending this workshop. Thank you so much. Thank you, ma'am. സർക്കാർ നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി കേരള ഗിഗ് വർക്കേഴ്സ് ബില്ലിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച ശില്പശാല സമാപിച്ചതായ ഏവരെയും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്.